ഭദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫിക്സ് ആയിട്ടില്ല, അവർക്ക് കിട്ടിയിട്ടില്ല ഭദ്രൻ. അവർ ഹിന്ദിയിൽ നിന്ന് നോക്കുന്നുണ്ട്, അവർക്ക് ഭദ്രൻ ഇങ്ങനത്തെ ലുക്കുള്ള ഒരാൾ വേണം. അതായത് നോർമൽ വില്ലനെ ട്രീറ്റ് ചെയ്യുന്നില്ലേ, ഭയങ്കര ഹൈറ്റും വെയിറ്റും റഫ് ആൻഡ് റഗഡ്, വേറൊരു ടൈപ്പ് ഓഫ് ലുക്ക് ആയിരിക്കില്ല വില്ലൻ. അങ്ങനെ അല്ലാതെ ഹീറോ ലുക്കുള്ള ഒരു കാണാൻ നല്ലൊരു വില്ലൻ വേണം. ബിഗ് ബോസിൽ നെവിന് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസിലൊക്കെ. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ശരിക്കും എങ്ങനെയാണ്? അതും നമ്മൾ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ല. പ്രസക്തി ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഇതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച അങ്ങനെ കുറേ ഉണ്ട്, എങ്കിലും കുറേ ഉണ്ട്, ഇഷ്ടംമാരെ. എന്റെ ഈ ടൈപ്പ് കാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഇഷ്ടംമാരെ ഉണ്ടോ? മലയാളത്തിലാണോ തമിഴ് എല്ലാത്തിലും. അയ്യപ്പൻ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട വിശ്വാസമുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദൈവമാണ് അയ്യപ്പൻ. ഞാൻ മിക്കവാറും എന്നെ കൊടുക്കുന്ന സമയത്തൊക്കെ ഞാനൊക്കെ പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിന് മുമ്പ് നോക്കിയിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എനിക്കൊന്നും വർക്കായിട്ടില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഡയറക്ടറിൽ മുമ്പ് പ്രൊഡക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടോ എനിക്ക് ഈ സിനിമ ഓണായി, പ്രൊഡ്യൂസർ വന്നു, ഓക്കെ, അങ്ങനെ എന്നും ഒരു നിമിത്തം കാരണം എനിക്കിത് പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റും. അത് ഓരോരുത്തരുടെ ദേഹപ്രകൃതിയാണ്. ആ മനുഷ്യന്റെ ദേഹപ്രകൃതി അങ്ങനെ ആയിരിക്കും, അയാളുടെ ബോഡിയിൽ അത് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് അയാൾക്ക് സംഭവിക്കുന്നത്. അല്ലാതെ ഇത് ചെയ്തിട്ട് ഇതുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത് അങ്ങനെയൊന്നുമില്ല. ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ, ദാറ്റ് ഹ്യൂമൻ ബീങ്, പുള്ളിയുടെ ബോഡിയിലുള്ള അകത്ത് നടക്കുന്ന ഒരു സംഭവമാണ് അത് എല്ലാവർക്കും പറയണമെന്നില്ല. ഒരു പുനീത് സാർ കന്നഡയല്ലേ, അദ്ദേഹം വർക്കൗട്ടിന്റെ ഇടയിലാണ് പക്ഷെ അത് പുള്ളിക്ക് ആ ശരീരത്തിലുള്ള ഇതാണ്, അല്ലാതെ എല്ലാവരും അതുപോലെയാണ്. അല്ല, പുള്ളിക്ക് ഒരു പ്രശ്നം നേരത്തെ കാണും, നേരത്തെ ഉണ്ടായിരിക്കും, പുള്ളി അത് അറിയുന്നില്ല, പുള്ളി തന്നെ അറിയുന്നില്ല. അത് നടന്നത് അപ്പോഴായിരിക്കും. ഞാനത് സുധീരേട്ടൻ വിളിച്ച് ക്യാരക്ടർ പറഞ്ഞപ്പോഴേ പറഞ്ഞു, ചേട്ടാ നമുക്കിത് സ്ഥിരം പരിപാടിയല്ല, അല്ല ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള സുധീരേട്ടൻ അല്ല എനിക്കിത് വേണ്ട, എനിക്ക് വേറൊരു സംഭവം വേണ്ട. സിനിമ തെക്കിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷമായിട്ടുള്ള ശ്രീ അയ്യപ്പൻ എന്ന സിനിമയുടെ സംവിധായകനും പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചുള്ള രണ്ടുപേരുമാണ് എന്നോടൊപ്പം ചേരുന്നത്, റിയാസ് ഖാൻ ആൻഡ് സുകുമാരൻ. സോ സിനിമയുടെ മറ്റു വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ടൈറ്റിൽ കാണുന്നത് പോലെ തന്നെ ശ്രീ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ശബരിമലയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു സിനിമ ആയിരിക്കുന്നതാണ്. എന്താണ് ശരിക്കുമുള്ള ശ്രീ അയ്യപ്പൻ? ഉറപ്പായിട്ടും ശബരിമലയെ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു മൂവി തന്നെയാണ്. പക്ഷെ അതിനൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള സബ്ജക്റ്റ് പോലെ അല്ല നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പുതിയ എലമെന്റ്സ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വെറൈറ്റി സംഭവം നമ്മൾ ഇതിൽ പിടിച്ചിരിക്കുന്നത്. എന്തായിരിക്കും അതിൽ ഒരു പ്രോപ്പറായിട്ട് ഒരു വേറെന്തെങ്കിലും രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് അതിനകത്ത് വരികയാണോ? ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഈ സ്റ്റോറി എഴുതിയിട്ട് ഓൾമോസ്റ്റ് ഞാൻ 2 വർഷത്തോളം ആയി. പക്ഷെ ഇതിലെ പല കാര്യങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ട്. സ്റ്റോറിയുടെ കുറിച്ച് സംഭവം തന്നെ പറയാം. ഡിസംബർ 6-ാം തീയതി വാവരി മസ്ജിദ് ഡേ, ആ ദിവസം കേരളത്തിൽ എല്ലാവരും അലർട്ടാണ്. കേരളം എന്നല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ അലർട്ടാണ്. നമ്മളെല്ലാം കണ്ടിട്ടുള്ള അതാണ്. അപ്പൊ ആ ദിവസം പാകിസ്ഥാനിലുള്ള കുറച്ച് ടെററിസ്റ്റുകൾ ശബരിമല ആക്രമിക്കാൻ വരും. അയ്യപ്പ ഭക്തരുടെ രൂപത്തിൽ അവര് കാട്ടിനകത്ത് കയറുകയും ശബരിമല ആക്രമിക്കാൻ വരികയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സ്റ്റോറി കണ്ടന്റ്. അപ്പൊ അതിനെ എതിർക്കാൻ വരുന്ന നായകനും നമ്മളൊരു പിന്നെ കുറച്ച് ഭക്തിയും നമ്മളെ ഫാമിലി ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഒരു അപ്പൊ ഇതിനകത്ത് അനീഷ് രവിയാണോ ഇതിനകത്ത് പ്രധാന കഥാപാത്രം? അനീഷ് ചേട്ടൻ നമ്മുടെ സിനിമയില് നമ്മളെ ഈ കഥ കൊണ്ടുവന്നത് അനീഷ് ചേട്ടനാണ്. സുധീരേട്ടന്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇതിലൊരു ഫാമിലി മാനാണ്. അതെ, നിരീശ്വരവാദിയ ഒരാള് വിശ്വാസമുള്ള ഒരാളായി മാറും. അങ്ങനെ ഒരു റിയാസ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം വ്യത്യസ്തമായിരിക്കും ശ്രീ അയ്യപ്പൻ? ശ്രീ അയ്യപ്പൻ സിനിമയാണ് വ്യത്യസ്തം. എനിക്ക് ഇതിൽ ആയിട്ട് അങ്ങനെ വലുതായിട്ടില്ല. ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് പോസിറ്റീവാണ്. ആൻറ്റി ടെററിസ്റ്റ് ഓഫീസറാണ്. പക്ഷെ ലുക്ക് വൈസ് അങ്ങനെയല്ല, വേറെ ലുക്കിലാണ് വിഷ്ണു സാറ് പിടിച്ചതെന്ന് വെച്ചാൽ പോലീസിന് അറിയരുത്, ഇത് സ്പെഷ്യൽ സ്ക്വാഡെന്ന് അറിയരുത്. സോ അതുകൊണ്ട് ഹെയർ സ്റ്റൈലും ഇതൊക്കെ ഇത്തിരി വേറെയാണ്. പിന്നെ ആ പോക്കാണ്. പിന്നെ ഇത് ടെററിസ്റ്റ് ഉണ്ടാവരുത്, അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ത്രില്ലർ പോലെയാണോ എന്റെ പോർഷൻ? അതാണ് സിനിമ മൊത്തത്തിൽ ഒരു ത്രില്ലർ പോലെ തന്നെയാണ് പോകുന്നത്. ഫാമിലി
കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭക്തിയും വേണമല്ലോ. ഈ ശബരിമലയെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ എല്ലാവരും ഒന്ന് ബ്ലാക്ക് ഇട്ട് വന്നിരിക്കുന്നത്? ആണ്. തീർച്ചയായിട്ടും. അതെ, അവൾ പറയുന്നതേ ശബരിമലയെ കുറിച്ചല്ലേ. പടത്തിലും ഇതേ കോസ്റ്റ്യൂം തന്നെ, കോസ്റ്റ്യൂം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക്. അതെ. റിയാസ്ക്ക് ഇപ്പൊ മലയാളത്തിൽ എത്തുന്നതിന് മുൻപ് 75ഓളം സിനിമകൾ വേറെ ഭാഷകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അന്നൊക്കെ കരുതിയിട്ടുണ്ടോ മലയാളത്തിലേക്ക് എനിക്കൊരു ബ്രേക്ക് കിട്ടും, ഒരു തുളസിദാസ് ഡയറക്ടർ? ബ്രേക്ക് അങ്ങനെയൊന്നും പറ്റില്ല. എല്ലാ ഭാഷയും ചെയ്യണമെന്ന് ആഗ്രഹമാണ്. ഇറ്റ്സ് നോട്ട് കോൾഡ് എ ബ്രേക്ക്. ബ്രേക്ക് എന്നല്ല, ബ്രേക്ക് എന്നല്ല എൻ്റെ ഇത്. എല്ലാ ഭാഷകളിലും പോയി നല്ല നല്ല സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. അങ്ങനെ AR മുരുകദാസിൻ്റെ, വിജയകാന്ത് സാറിൻ്റെ രമണ, അവിടെ കമലാ തിയേറ്റർ ഉണ്ട്, ഒരു തിയേറ്റർ ഉണ്ട് വടപഴനിയിൽ. അത് അവിടെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബാലേട്ടൻ ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ടീം ചെന്നൈയിലുണ്ട്. ചെന്നൈയിൽ സോങ് റെക്കോർഡിങ്ങിന് വന്നതാണ്. സോങ് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫിക്സ് ആയിട്ടില്ല, അവർക്ക് കിട്ടിയിട്ടില്ല ഭദ്രൻ. അവർ ഹിന്ദിയിൽ നിന്ന് നോക്കുന്നുണ്ട്. അവർക്ക് ഭദ്രൻ ഇങ്ങനത്തെ ലുക്കുള്ള ഒരാൾ വേണം. അതായത് നോർമൽ വില്ലനെ ട്രീറ്റ് ചെയ്യുന്നില്ലേ, ഭയങ്കര ഹൈറ്റും വെയിറ്റും റഫ് ആൻഡ് റഗഡ്, വേറൊരു ടൈപ്പ് ഓഫ് ലുക്ക് ആയിരിക്കില്ലേ വില്ലൻ. അങ്ങനെ അല്ലാതെ ഹീറോ ലുക്കുള്ള ഒരു ഒരു കാണാൻ നല്ലൊരു വില്ലൻ വേണം അവർക്ക്. സോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രസാദ് സ്റ്റുഡിയോയിൽ ഒരു പടത്തിന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡബ് ചെയ്തിട്ട് ഞാൻ ബ്രേക്ക് ആയപ്പോൾ വീട്ടിൽ കാറിക്കറി പോയപ്പോൾ താഴത്തെ ആ പടത്തിൻ്റെ അസോസിയേറ്റ് ഇപ്പുണ്ട്, ഗോവിന്ദൻകുട്ടി എന്ന് പറയും. അപ്പോൾ താഴത്ത് തുളസിദാസ് ഇപ്പുണ്ട്. അപ്പോൾ തുളസിദാസ് ഗോവിന്ദൻകുട്ടിയോട് വെച്ച് ക്യാരക്ടർ ഫിക്സ് ആയോ, ഭദ്രൻ ഫിക്സ് ആയെന്ന് വെച്ച്. ഇല്ല, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തുളസിദാസാണ് പറയണത്, ഇപ്പോൾ വണ്ടി കയറി പോയില്ല, ഇത് റിയാസ് ഖാനാണ്, നമ്മളെ പഴയ റഷീദ് ഖാൻ്റെ മോനാണ്. പുള്ളി മോളിൽ ഡബ് ചെയ്യുന്നുണ്ട്. അരോമ സാറിൻ്റെ ഓഫീസിൻ്റെ 4 വീടുകളാണ് എൻ്റെ വീട്. ഓക്കെ, വീട്ടിലേക്കാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ പോയാൽ നോക്കിയിട്ട് പോവാം. വീമിനും അവിടെ ഉണ്ടെന്ന് വെച്ചു. വീണ്ടും അവരുടെ അവിടെ ഓഫീസിലുണ്ടെന്ന് പറഞ്ഞു. എന്നിപ്പോൾ പോയിക്കാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോൾ സാറ്, ഗോവിന്ദൻകുട്ടി സാറ് എൻ്റെ വീട്ടിൽ മുമ്പിൽ ഇപ്പുണ്ട്. മോനെ ഒന്ന് അപ്പുറത്തേക്ക് വരുമെന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അതറിയാം ഓഫീസാണെന്ന് വെച്ചാൽ അരോമ സാറിൻ്റെ വീട്ടിൻ്റെ മുകളിലാണ് പൊന്നോന്നൻ സാറും നമ്മളുടെ ശരണയും മേഡം താമസിക്കുന്നത്. ഇവരുടെ വീട്ടിലെ മുകളിലാണ്, അപ്പുറത്ത് വിവേകിൻ്റെ വീട്. ഓക്കെ, അപ്പോൾ ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ BM ക്യാമറാമാൻ എല്ലാവരും ഇരിപ്പുണ്ട്. ബാലേട്ടൻ്റെ കഥ പറയുന്നു, എന്നെ ഫിക്സ് ചെയ്യുന്നു ബാലേട്ടൻ. അങ്ങനെയാണ് നമുക്ക് ആ ഫേമസ് സാധനം പൊട്ടേട ബാലേട്ടൻ. സുധീരട്ട, എനിക്ക് അതുപോലെ തന്നെ ചോദിക്കണം എന്ന് വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു ഓൾ ടൈം ക്ലാസിക്, മരണമില്ലാത്ത ഒരു ക്യാരക്ടറാണ്, ഒരു ക്യാരക്ടറാണ്. അപ്പൊ അതിന് വിനയൻ സാർ ആദ്യമായിട്ട് അപ്പൊ അതിന് വിനയൻ സാർ ആദ്യമായിട്ട് ചൂസ് ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ഇപ്പൊ സുകുമാരനാണ്. സോ അപ്പൊ അത് ആ ഒരു ഫീലിംഗ് എത്രത്തോളം ഹൈ ആയിരുന്നു? ഇല്ല, പിന്നെ ഇത് വിനയൻ സാറിന്റെ കൂടെ ഒരു മൂന്നാമത്തെ സിനിമയാണ് ഈ ഡ്രാക്കുള. ഞങ്ങൾ അതിനു മുമ്പ് ചെയ്ത രഘുവിന്റെ സ്വന്തം റസിയയില് ഒരു നൈറ്റ് സീനില് ഞാനൊരു മതിൽ ചാടി വരുന്നൊരു ക്യാരക്ടർ ഉണ്ട്. അപ്പം ഈ ബാക്കിലെ ലൈറ്റും എല്ലാം കൂടെ വെച്ചപ്പോഴത്തേക്ക് വല്ല ജുബ ഇട്ടിരുന്നത്. അപ്പോൾ ഒരു ഹൊറർ ഫീൽ വന്നപ്പോഴത്തേക്ക് ഇടാൻ നിന്നെ വെച്ച് ഡ്രാക്കുള ചെയ്യാൻ പറ്റും. കാരണം നീ കയറി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരു പ്രേത കോട്ടയിൽ നിന്ന് നടന്നു വരുന്നൊരു ഫീല്. അങ്ങനെ ഇവിടെ പ്ലാൻ ചെയ്യാലൊന്നും ആ തമാശയായിട്ട് പറഞ്ഞ അത് ഒരു വർഷത്തിനുള്ളിൽ അത് പ്രാവർത്തികമാക്കി. അങ്ങനെയാണ്. അതിന് മുന്നേ ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പറ്റിയൊക്കെ കൂടുതൽ അറിഞ്ഞിരുന്നു? ഒന്നുമില്ല. അന്നാണ് പുള്ളി എൻ്റെ ഒരു ത്രെഡ് പിറ്റേ ദിവസം 2 ദിവസം കഴിയുമ്പോഴത്തേക്കാണ് ഒരു സാധനം പറയാം, ഡ്രാക്കുള അവിടുന്ന് ഒരാളുടെ ശരീരത്തിൽ കയറി ഇങ്ങോട്ട് വരുന്ന സംഭവം എടുത്തു. അത് ഒരു സാങ്കേതിക സഹായങ്ങളും വിലക്കും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി റിസ്ക് എടുത്ത് ചെയ്ത ഒരു സിനിമയാണ്. ഞാൻ വിനയൻ സാറിന്റെ ഭയങ്കര വലിയ ഫാനാണ്. വിനയൻ സാർ എപ്പോൾ കണ്ടാലും ഈ എല്ലാ വർഷങ്ങളിലും എപ്പോൾ കാണുമ്പോഴും ഞാൻ ചോദിക്കും, സാർ എനിക്കൊരു അവസരം തരുമോ വിനയൻ സാർ ചെയ്യാൻ വേണ്ടി? എപ്പോഴും ചോദിക്കും, ഇപ്പോഴും ചോദിച്ചു. അല്ല, അദ്ദേഹത്തിനെ പോലെ അദ്ദേഹം മാത്രമേ ഉള്ളൂ. അല്ല, അതിന് കാരണം വെച്ചല്ലേ, അപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അതിശയൻ പോലുള്ള മൂവികൾ കൊണ്ടുവന്ന പുള്ളിയല്ലേ, അല്ലെ? വെറൈറ്റി സാധനങ്ങൾ, അതായത് ഈ VFXന്റെയോ ബാക്കിയുള്ള സംഭവങ്ങൾ ഇല്ലായിരുന്ന സമയത്ത് അൽപോദ്വീപ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാ, അല്ലെ? ഏതൊരു സംവിധായകൻ ഒന്ന് പേടിക്കുന്ന ഹോളിവുഡ് ലെവലിലൊക്കെ ഓക്കെ, മലയാള ഇൻഡസ്ട്രിയെ വെച്ചിട്ട് ഉറപ്പായിട്ട് ഒരു പ്രൊഡ്യൂസറിന്റെ സൈഡായാലും ബാക്കിയുള്ള സൈഡിലായാലും ഇങ്ങനെ ഒരു അതിശയൻ, അൽപോദ്വീപ്, അങ്ങനെയൊക്കെയുള്ള പടങ്ങൾ അങ്ങനെയൊക്കെ എടുക്കാനുള്ള ചങ്കൂറ്റു ഈവൻ ഡ്രാക്കുള വരെ വേറെ ആരെങ്കിലും അത് റിസ്ക് എടുത്തിട്ട് ചെയ്യുമോ? പക്ഷെ ഇപ്പൊ പറ്റുമായിരിക്കാം. ആ ഒരു സമയത്ത് എപ്പോഴും ആള് മോശമൊന്നുമില്ല. 19ാം നൂറ്റാണ്ട് പോലൊരു സിനിമ, അതെ, അത് എന്തോ ആയിക്കോട്ടെ,
13 നൂറ്റാണ്ട് പോലെ സിനിമ ഷിജു ഉത്സവ നായനാക്കി അദ്ദേഹം എടുത്തു. അതും ഗോപാലട്ടന്റെ സഹായത്തോടു കൂടി ഇത്രയും പൈസ മുടക്കി. എന്താ സിനിമ ഇത്? ഇപ്പോഴും അല്ല, ഇപ്പൊ നമുക്ക് സാങ്കേതിക വിദ്യ ഉള്ളത് കൊണ്ട് VFX ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അന്നത്തെ ഇന്നും ഒന്നും ഇല്ലാത്ത കാലത്ത് പുള്ളിക്ക് ആകാശമാക്കിയൊക്കെ ചെയ്തതാ. ഭയങ്കര ക്രാഫ്റ്റ്മാനാണ്, ഭയങ്കര ക്രാഫ്റ്റാണ്. ആ പൂച്ച ഇതായി മാറുന്നത് ഒക്കെ എന്തുമാത്രം പേടിച്ചിട്ടുള്ള സാധനങ്ങളല്ലേ നമ്മളൊക്കെ ഇരുന്ന് ഉറപ്പായിട്ട്. ഇപ്പം ശ്രീയപ്പന്റെ പ്രൊമോഷൻ വീഡിയോ വരുമ്പോൾ കണ്ട സമയത്താണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്. അതായത് നമ്മുടെ കൊച്ചി രാജാവിലെ ശിവയും മുത്തും വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ എല്ലാ വർഷവും ഒന്നിക്കുന്നതാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ആ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എങ്ങനെയാണ് ഇത്രത്തോളം അഫക്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമേനെ? സിനിമയിൽ ഞങ്ങൾക്ക് രണ്ടുപേരും കോമ്പിനേഷൻ ഇല്ല, വേറെ വേറെ ട്രാക്കാണ്. ഇതിൻ്റെ സ്ക്രിപ്റ്റിങ് അങ്ങനെയാണ്, വേറെ ട്രാക്കിൽ എല്ലാവരും ഒരു ട്രാക്കിൽ പോയിട്ട് പിന്നെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് പോകുന്നതാണ്. ഞങ്ങൾ രണ്ട് വഴിക്ക് സഞ്ചരിച്ച് ഒരിടത്ത് ജോയിൻ ചെയ്യും, പിന്നെ ഞങ്ങൾ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങനെ വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കും. എന്നെ തുന്തര പണിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. നിങ്ങൾ വർക്കൗട്ട് പാർട്ട്നേഴ്സ് പോലത്തെ കുറെ വീഡിയോസ് ഞാൻ ഷൂട്ടിംഗ് വരുമ്പോൾ പുള്ളി വരും കൊണ്ടുപോകും. ഓക്കെ, അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിലും പുള്ളി എന്റെ ഷൂട്ടിങ്ങിൽ ഞാൻ ഏതോ ഷൂട്ടിങ്ങിന് വരും, ഞാൻ തമിഴിലോ മലയാളത്തിൽ ഏതോ ഷൂട്ടിംഗ് വരുമ്പോൾ വിളിക്കും, എത്തിയെന്ന് പറയും, എത്തി ഞാൻ കാലത്ത് ഞാൻ 5 മണിക്ക് പിക്ക് ചെയ്യും, ഗോൾസി പോകും, കളിക്കും, തിരിച്ച് ഡ്രോപ്പ് ചെയ്യും, ഞാൻ ഷൂട്ടിംഗ് പോകും, എന്നിട്ട് തിരിച്ച് വൈകുന്നേരം വിളിക്കും, നാളെ അങ്ങനെയാണ്, നാളെ ഞാനില്ല, നാളെ ഞാൻ ഹോട്ടലിൽ ചെയ്തിട്ട് പോയിക്കോളാം, നാളെ അതിരാവിലെ പോകണം, അതിന്റെ പിറ്റേ ദിവസം വരും പോകും. അതെപ്പോഴും ഉണ്ട്. നിങ്ങൾ ആദ്യം ഒന്നിക്കുന്ന സിനിമ ഏതായിരുന്നു? അത് തന്നെ കൊച്ചിരാജ. അപ്പൊ ആ സുഹൃത്തും ഇന്നും തുടർന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ ഒരുപാട് റിലേറ്റബിലിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം വർക്കൗട്ട് പാർട്ട്നേഴ്സ് ആണ്, അതേപോലെ തന്നെ ഇപ്പം ചെറിയ തോതിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്ത പോലെ വില്ലൻ ക്യാരക്ടേഴ്സിന് ചെയ്തു പോകേണ്ട വന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. അപ്പം ഫർദർ ഈ വർക്കൗട്ടിനെ കുറിച്ച് ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങൾ വർഷങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ്, സ്റ്റിൽ ഫിറ്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. ഞാനിപ്പം ഒരു വീഡിയോ കണ്ടപ്പോൾ ഏകദേശം 100 കിലോ മറ്റും ചെസ് പ്രസ് ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും തെറ്റിദ്ധാരണകളോട് നിങ്ങൾക്ക് എന്താ സംസാരിക്കാൻ പറയാനുള്ളത്? ഈവൻ ഫ്രം റിയാസ്ക അല്ല, എന്നെ എന്ന് വെച്ചാൽ ഞാൻ ഹെവി വെയിറ്റ് എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. ഇന്നിപ്പോ ഈ ബോഡി പോയെങ്കിലും വെയിറ്റ് ലിഫ്റ്റിങ്ങിനും പവറിനും ഒരു കുഴപ്പമില്ല. അത് ചെയ്യും, നല്ല ഒരു പവർ ഉണ്ട് കൈക്കൊക്കെ. ഫിറ്റ്നസ് വേറെയാണ്, ബോഡി ബിൽഡിംഗ് വേറെയാണ്. ഇത് മസ്കുലാരിറ്റിയും ഫിറ്റ്നസും തമ്മിൽ വ്യത്യാസമില്ല. അത് ഷോയ്ക്ക് നല്ലതാണ് എന്ന് വെച്ചാൽ അതും ഇതുമായിട്ട് ആരോഗ്യമായിട്ട് ബന്ധമില്ല. പക്ഷെ ഒരുപാട് ആളുകൾ ഇപ്പൊ ഈ ഒരു 40 കഴിഞ്ഞ ആളുകൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന അറ്റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോരുത്തരുടെ ദേഹപ്രകൃതിയാണ്. ആ മനുഷ്യന്റെ ദേഹപ്രകൃതി അങ്ങനെ ആയിരിക്കും, അയാളുടെ ബോഡിയിൽ അത് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് ആൾക്കാർ സംഭവിക്കുന്നത്. അല്ലാതെ ഇത് ചെയ്തിട്ട് ഇതുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത് അങ്ങനെയൊന്നുമില്ല. ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ, ദാറ്റ് ഹ്യൂമൻ ബീങ്, പുള്ളിയുടെ ബോഡിയിലുള്ള അകത്ത് നടക്കുന്ന ഒരു സംഭവമാണ് അത് എല്ലാവർക്കും പറയണമെന്നില്ല. എല്ലാവരും ബോഡി ഒരുപോലെ അല്ലല്ലോ. നമ്മുടെ ഒരു പുനീത് സാർ കന്നഡയിലെ അദ്ദേഹം വർക്കൗട്ടിന്റെ ഇടയിലാണ് അത്, പക്ഷെ അത് പുള്ളിക്ക് ആ ശരീരത്തുള്ള ഇതാണ്, അല്ലാതെ എല്ലാവരും അതുപോലെയാണ്. അല്ല, പുള്ളിക്ക് ഒരു പ്രശ്നം നേരത്തെ കാണും, നേരത്തെ ഉണ്ടായിരിക്കും, പുള്ളി അത് അറിയുന്നില്ല, പുള്ളി തന്നെ അറിയുന്നില്ല. അത് നടന്നത് അപ്പോഴായിരിക്കും. എല്ലാം റിലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേനും അത് ജിമ്മിന്റെ ഈസിയല്ലേ വർക്കൗട്ട് ചെയ്യുമ്പോൾ മനുഷ്യൻ പറയും. അപ്പൊ ഇത്രയും വർക്കൗട്ട് ഒക്കെ ചെയ്ത് ഇത്രയും ബിൽഡപ്പ് ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സുധീർ. പുള്ളിയെ കൊണ്ട് ഇത്രയും വെയിറ്റ് ലോസ് അല്ല വെയിറ്റ് ഗെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ക്രൂരതൊക്കെ എങ്ങനെ തോന്നി? അല്ല, ഞാനത് സുധീരേട്ടൻ വിളിച്ച് ക്യാരക്ടർ പറഞ്ഞപ്പോഴേ പറഞ്ഞു, ചേട്ടാ നമുക്കിത് സ്ഥിരം പരിപാടി അല്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള സുധീരേട്ടൻ അല്ല എനിക്കിതിൽ വേണ്ടത്, എനിക്ക് വേറൊരു സംഭവം വേണ്ട. അപ്പൊ നമുക്ക് ശരീരമൊക്കെ ആവാം, ഒരു ഫാമിലി മാൻ, ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഫാമിലി മാൻ, ഒട്ടും ഈശ്വര വിശ്വാസം ഇല്ല. ഓക്കെ, നമുക്ക് ഈശ്വര വിശ്വാസം ഒന്നും പരിപാടിയില്ല. വൈഫിന് ഈശ്വര വിശ്വാസം ഉണ്ട്. അപ്പൊ വൈഫ് എന്ത് പറഞ്ഞാലും അതിനെതിരെ പറയുന്ന ഒരാള്, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. പക്ഷെ പെട്ടെന്നൊരു സാഹചര്യത്തില് ഈശ്വര വിശ്വാസി ആവുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ഇതെനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച അങ്ങനെ കുറെ ഉണ്ട്, എങ്കിലും കുറെ ഉണ്ട്, ഇഷ്ടംമാരെ. എന്റെ ഈ ടൈപ്പ് കാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഇഷ്ടംമാരെ ഉണ്ടോ? മലയാളത്തിലാണോ തമിഴ് എല്ലാത്തിലും നമ്മൾ ചെയ്യുമ്പോ ഒരു പടം തന്നെ അഭിനയിക്കുമ്പോൾ അത് ഞാൻ ചെയ്താൽ മതിയായിരുന്നു നമ്മൾ ആലോചിക്കാറുണ്ട്. ഈ ക്യാരക്ടർ ഞാൻ ചെയ്താൽ മതി, ഇത് ചെയ്യേണ്ടായിരുന്നു. എന്നറിയോ, അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ അറിയുന്നില്ല, നമുക്കത് പറയുന്നില്ല, വന്ന് നറേഷൻ ചെയ്യണം ഇത് മാത്രമായിരിക്കും. പിന്നീട് നമ്മൾ ചോദിക്കാൻ തുടങ്ങി വേറെ എന്തെങ്കിലും ഉണ്ടോന്ന്, അപ്പോൾ അത് നേരത്തെ ഫിക്സ് ആയിപ്പോയി തുടങ്ങി. ഓക്കെ, സോ അങ്ങനെ ഇഷ്ടംമാരെ ഉണ്ട്. പക്ഷെ അത് ഓർത്തിട്ട് അത് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അതിന് നമ്മൾ ഇവിടെ ഇരുന്ന് അതിൽ സങ്കടപ്പെട്ട കാര്യം. ഐ ആം എൻജോയിങ് എവറി മൂമെന്റ് ഓഫ് മൈ ലൈഫ് ആസ് എൻ ആക്ടർ. എല്ലാ ഭാഷയും ചെയ്യുന്ന ഒരു ആക്ടർ. ഇന്ന് ഇവരുടെ കൂടെ ഇരുന്ന് അയ്യപ്പൻ ചെയ്യുന്നതും
എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നതാണ്, ഞാൻ ചെയ്യുന്നതാണ്. സോ ഐ എം വെരി ഹാപ്പി. അൾട്ടിമേറ്റ്ലി ആക്ടിംഗ് എന്ന് പറയുന്ന ആ ആർട്ടിനെയാണോ കൂടുതൽ സ്നേഹിക്കുന്നത്? ഓഫ് കോഴ്സ് അത് സ്നേഹിക്കാതെ പറ്റില്ല. ആസ് എൻ ആക്ടർ, റിയൽ ആക്ടർ അത് ചെയ്യാതെ പറ്റില്ല. സുധീർ ചേട്ടനിപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിൽ മികച്ചതാക്കാം എന്നുള്ള ധൈര്യമുള്ള ഒരു ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് എനിക്ക് കിട്ടുന്ന ക്യാരക്ടർ ഭംഗിയാക്കാന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട്. അത് ഈ കഥാപാത്രം കിട്ടുന്ന പോലെ അനുസരിച്ചിരിക്കും. ഒരു ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വിചാരിക്കുന്നു ആ സുധീറിനെ കൊണ്ട് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കലാഭവൻ മണി. യു ഹാവ് ടു ബിക്കം എ വെർസറ്റൈൽ ആക്ടർ. ആയിട്ട് മാറണം. അതാണ് മണിയുടെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ക്വാളിറ്റി ഓഫ് ഏത് കഥാപാത്രം ചെയ്യും. സീരിയസ് റോൾ ചെയ്യുന്നു എല്ലാവരും ഒക്കെ അതുപോലെ കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് മണിയുടെ ആ ഒരു കഴിവാണത്, ടു ബ്രേക്ക് ആൻഡ് ഗോ ദാറ്റ്. അങ്ങനെ ഇപ്പോൾ എന്തുകൊണ്ട് റിയാസ് ചെയ്തില്ല എന്ന് വെച്ചാൽ എനിക്ക് ആ ട്രാക്ക് കിട്ടിയില്ല. അതെ, കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അതായത് നല്ല വേഷങ്ങൾ കിട്ടിയാൽ നമ്മുടെ പരിമിതിക്ക് അപ്പുറം നിന്നിട്ട് നമ്മളെ കൊണ്ട് കഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ആത്മവിശ്വാസം. വിഷ്ണു ചേട്ടാ, ആദ്യ സിനിമയായിട്ട് തന്നെ എന്തുകൊണ്ട് ഒരു അയ്യപ്പൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്നൊരു സിനിമ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം? അയ്യപ്പൻ എനിക്ക് അത്രയും വേണ്ടപ്പെട്ട എൻ്റെ വിശ്വാസവും എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദൈവമാണ് അയ്യപ്പൻ. ഞാൻ മിക്കവാറും എന്നെ കൂടെ ഒക്കുന്ന സമയത്തൊക്കെ ഞാൻ മലയ്ക്ക് പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുപാട് സബ്ജക്റ്റുകൾ ഇതിന് മുമ്പ് നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കതൊന്നും വർക്കായിട്ടില്ല. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഡയറക്ടറല്ലേ, അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ ഇഷ്യൂസും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടോ എനിക്ക് ഈ സിനിമ ഓണായി, പ്രൊഡ്യൂസർ വന്നു, ഓക്കെ, അങ്ങനെ എന്തോ ഒരു നിമിത്തം കാരണം എനിക്കിത് പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റി. ഒരുപാട് ക്രിട്ടിസൈസിങ്ങും അല്ലെങ്കിൽ കോൺട്രവേഴ്സീസും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്ലോട്ടാണിത്. ഒരു റിലീജിയനെ വെച്ച് നമ്മൾ ഒരു സിനിമ ചെയ്യുന്ന സാറ് ഒരു പ്രത്യേകിച്ച് അങ്ങനെ വരുമ്പോൾ ഒരു ക്രിട്ടിസൈസിങ് ഉറപ്പായിട്ട് വരുന്ന ഒരു പ്ലോട്ടാണ്. അപ്പോൾ അത് അത്രയും കോൺഫിഡൻസ് കൂടി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതിന്റെ റീസൺ? അതിപ്പോ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, സ്ക്രിപ്റ്റുള്ള കോൺഫിഡൻസ് ആണ്. അതെ, അതിപ്പോ നമ്മൾ പറയുക, നമുക്ക് എന്താണോ പറയാനുള്ളത് നമ്മൾ പറയുക. അതിനകത്ത് നെഗറ്റീവ്സും ഉണ്ടാവും, പോസിറ്റീവ് സൈഡും ഉണ്ടാവും, അല്ലെ? എല്ലാം നല്ലതെന്ന് മാത്രം എല്ലാവരും പറയില്ല, അല്ലെ? അതിനിപ്പോ ഏത് രീതിയിൽ ചെയ്താലും ഇപ്പൊ താൻ ചിന്തിക്കും പോലെ ആയിരിക്കില്ല ഞാൻ ചിന്തിക്കുന്നത്, അല്ലെ? ഇക്ക ചിന്തിക്കുന്നത്, അല്ലെ? നമ്മളെല്ലാവരും ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ പക്ഷെ ഞാൻ ഈ സിനിമയില് വിശ്വാസമുള്ളവർക്കും വിശ്വാസം ഇല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. സുധീർക്ക്, അപ്പം ബിഗ് ബോസിലെ നെവിന് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോസിലൊക്കെ. നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ശരിക്കും എങ്ങനെയാണ്? അതും നമ്മുടെ ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ല, ചോദ്യത്തിന്റെ പ്രസക്തി ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് കാര്യം. ഞാൻ വെറുതെ ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യം ബിഗ് ബോസ് എന്ന് പറയുന്നത് വൺസ് ഒരു 3 മാസത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അതിന്റെ പബ്ലിസിറ്റി എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, കാരണം അവൻ എൻ്റെ ഒരു അനിയനാണ്, എൻ്റെ കൂടെ ആയിരുന്നു അവൻ പോയപ്പോൾ അവൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് ഞാനിത് 1 വർഷം മുമ്പ് പ്രൊഡിക്റ്റ് ചെയ്തതാണ്. അവൻ ഇന്നലെ നാളെ നീ രക്ഷപ്പെടും. അവൻ നല്ലൊരു കലാകാരനാണ്. ഞാൻ ഒരുപാട് കുത്തുവാക്കുകളും ഒരുപാട് ഇൻസൾട്ടൊക്കെ സഹിച്ചിട്ടുള്ള ഒരുത്തനാണ്. അപ്പം ഞാൻ 1 വർഷം മുമ്പ് ബിഗ് ബോസ് ഒക്കെ സ്വപ്നം കാണുന്ന മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു നീ ഒരിക്കലും രക്ഷപ്പെടും, നീ സെലിബ്രിറ്റി ആവാം. പക്ഷെ അവന് ബിഗ് ബോസിൽ നിന്ന് ക്ഷണം വന്നു. ഞാനതിന് എന്നെ കൊണ്ട് കഴിയുന്ന സപ്പോർട്ടുകൾ ചെയ്തു. ഞാൻ അവനോട് PR ചെയ്തു. അവൻ എത്തി. അവൻ പ്രൈസ് കിട്ടാത്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ആ സ്ഥാനം അവൻ നിലനിർത്തിക്കൊണ്ട് പോയാൽ അവന് കൊള്ളാം. ഇല്ലെങ്കിൽ 2-3 മാസത്തിനുള്ളിൽ സാധാരണ നെവിനായിട്ട് പിന്നെ മാറാം. കിട്ടുന്നതാണ് സീറ്റ് നിലനിർത്താൻ പാട്. ഞങ്ങളൊക്കെ 10-23-24 വർഷമായി ഞാൻ മുഖ്യധാര സിനിമ വന്നിട്ട് 30 വർഷത്തിന് മേളിലായി സിനിമ വന്നിട്ട്. പക്ഷെ ഇന്ന് ഈ സീറ്റ് ദൈവാധീനം കൊണ്ടും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പോവാണ്. എത്രത്തോളം ടഫാണ് ആ ഒരു എക്സിസ്റ്റ് ചെയ്യാനായിട്ട്? അല്ലെങ്കിൽ ഭയങ്കര പ്രയാസം തന്നെയാണ്. സഫർ ചെയ്യണം, ഒത്തിരി കാര്യങ്ങൾ സഫർ ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം. സാക്രിഫൈസ് മാത്രമേ ഉള്ളൂ ഇതില്, സാക്രിഫൈഷൻ മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഏത് സ്റ്റേജ് എത്തിയാലും വി ഹാവ് ടു സാക്രിഫൈസ്. ഒരു പർട്ടിക്കുലർ ഇമേജ് അല്ലെങ്കിൽ അത്രയും പബ്ലിസിറ്റി കിട്ടിയെന്ന് പറഞ്ഞാൽ അതിന് കാരണം നോ 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 അതിന് നെക്സ്റ്റ് പോണ്ടേ? ആ ഒരു സമയം അത് തീർന്നില്ലേ? ഇപ്പൊ ശ്രീ അയ്യപ്പൻ സൂപ്പർ ഹിറ്റായി ഓടി തീർന്നു. അപ്പൊ ശ്രീ അയ്യപ്പൻ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? അടുത്തിലേക്ക് പോണ്ടേ? വിഷ്ണു അടുത്തിലേക്ക് പോണ്ടേ? ഞാനിപ്പോ ഡ്രാക്കുളയുടെ ഹാങ് ഓവറിലോ കൊച്ചിരാജാവിന്റെ ഹാങ് ഓവറിലോ ഇരുന്നിട്ട് കാര്യമുണ്ടോ? ഓരോ പടം ഇത് കഴിഞ്ഞു, ഇതിന്റെ റിലീസ് കഴിഞ്ഞു, ഇത് വിജയം പരാജയം എല്ലാം സംഭവിക്കും. വിജയിക്കട്ടെ. നമ്മളിനി അടുത്ത പടത്തിലേക്ക് നമ്മുടെ മൈൻഡ് പോകും, അല്ലെങ്കിൽ പാലായിട്ട് വേറെ പടത്തിലേക്ക് പോകും. അതിന്റെ സ്ട്രഗിൾ ആണ്. പിന്നെ അടുത്ത അതാണ് ശ്രീ അയ്യപ്പൻ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ശ്രീ അയ്യപ്പൻ കാണാൻ വരുന്ന പ്രേക്ഷകരോട് നല്ല മനസ്സോട് വരിക, എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട, പടം കാണുക, എൻജോയ് ചെയ്യുക. ഇതൊരു സിനിമയാണ്, സിനിമ എൻജോയ് ചെയ്യുക ആൻഡ് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകാം. ഇതിൽ കഥയും കഥാപാത്രങ്ങളും എല്ലാം സാങ്കല്പികം മാത്രം.
ഇതാണ്. എന്തായാലും സിനിമ വലിയൊരു വിജയമാവട്ടെ എന്ന് Thank you. പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. സ്വാമിയെ ശരണം. സ്വാമിയെ ശരണം.